ഹായ് എവ്രിവൺ, ഈ ഒരു വീഡിയോയിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതും എങ്ങനെയാണ് നിങ്ങൾക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിവാർഡ്സ് കിട്ടും. കുറഞ്ഞ രീതിയിലാണ് പെർഫോം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള റിവാർഡ്സ് ആയിരിക്കും ലഭിക്കുക. അപ്പം നിങ്ങളൊരു അഫിലിയേറ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു അഫിലിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖാന്തരം ഒരു ബിസിനസ്സിലേക്ക് എത്ര പേരെ നിങ്ങൾ കൊണ്ടുവരുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഈസി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്തെ ആംവേ അതുപോലെ ഇപ്പോഴത്തെ ഓരിഫ്ലെയിം ഒക്കെ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മുഖാന്തരം പ്രൊഡക്ട്സ് വിൽക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അഫിലിയേറ്റ് ആയിട്ട് നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖാന്തരം അവരുടെ വെബ്സൈറ്റിലേക്ക് ഒരു വിസിറ്റർ വരികയോ അല്ലെങ്കിൽ നിങ്ങൾ മുഖാന്തരം ഒരു കസ്റ്റമറെ നിങ്ങൾ കൊണ്ടുവരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മാർക്കറ്റിംഗ് എഫേർട്ടിനായിട്ട് അവർ റിവാർഡ് ചെയ്യുന്നതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സുകൾക്ക് തേർഡ് പാർട്ടി മാർക്കറ്റേഴ്സ് മായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം അവരുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ഒരു സെയിലിൻ്റെ മുകളിലൊരു കമ്മീഷനോ അല്ലെങ്കിൽ അവർ എന്താ ആക്ഷനാണോ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റിവാർഡ് എന്ന രീതിയിൽ റിട്ടേൺ കൊടുത്തിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പല മേഖലകളും ബിസിനസ് പല ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഇൻഡസ്ട്രിയിൽ വേണമെന്നുണ്ടെങ്കിലും അഫിലിയേറ്റ് മാർക്കറ്റർ ആവാം. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു നിഷ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരു അഫിലിയേറ്റ് മാർക്കറ്റർ ആവാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസ് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതല്ല ഹെൽത്തിൻ്റെ നിഷിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ പേജോ അല്ലെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലിവറേജ് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു നിഷിൽ താല്പര്യമുള്ള ബേസ് ഉണ്ട്, സബ്സ്ക്രൈബർ ബേസ് ഉണ്ട് അല്ലെങ്കിൽ ഫോളോവർ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്രെഡിബിലിറ്റിൻ്റെ മുകളിൽ ഇത്രയും ആളുകൾ അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി കുറച്ചുകൂടി ഏൺ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഏതെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് സജസ്റ്റ് ചെയ്യാണ് റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഷോർട്ട് ലിങ്കോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് URL ആയിരിക്കും. സാധാരണ നിങ്ങൾ കാണുന്ന ലിങ്ക്സ് പോലെ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങൾ കാണുന്ന ലിങ്ക്സ് ആയിരിക്കില്ല ഇവർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസിൽ അവർ എൻറോൾ ചെയ്തതിന് ശേഷം അതിൽ റെഫറൽ ലിങ്ക് ഇവർക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ലിങ്ക് ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ലിങ്കും നമ്മുടെ യൂഷ്വൽ ലിങ്ക്സും കാണുമ്പോൾ തന്നെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ പല ഇൻഫ്ലുവൻസേഴ്സും അവരുടെ ട്രാൻസ്പെറൻസി നിലനിർത്താനായിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിടും ഞാനിതുപോലെ ഒരു അഫിലിയേറ്റ് ലിങ്ക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്തുനിന്ന് ഈ ഒരു ലിങ്ക്സ് മുഖാന്തരം പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്കും അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു % കമ്മീഷൻ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഡിസ്ക്ലോഷർ പോലെ ആ ഒരു ട്രാൻസ്പെറൻസി അവരുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ടുള്ള ആ ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ചുകൂടി കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പൊതുവെ ചെയ്യാറുണ്ട്. എപ്പോഴും നിഷ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള നിഷ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഡക്ട്സും സർവീസസൊക്കെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബിലീവ് ചെയ്യുന്ന നിങ്ങൾക്ക് ട്രസ്റ്റ് വേർത്തി ആയിട്ട് തോന്നുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് മാത്രം സജസ്റ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും നല്ല കമ്പല്ലിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അഫിലിയേറ്റ് പ്രൊഡക്ട്സ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഫിലിയേറ്റ് പ്രോഗ്രാംസ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള അഫിലിയേറ്റർ ആവാനാണ് താല്പര്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് നോക്കാം, എന്നിട്ട് അത് ജോയിൻ ചെയ്യാം. അപ്പോൾ പല കമ്പനീസും അഫിലിയേറ്റ് പ്രോഗ്രാംസ് ജോയിൻ ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് റിക്വസ്റ്റുകൾ. അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള അഫിലിയേറ്റ് നെറ്റ്വർക്ക്സ് ആമസോൺ അസോസിയേറ്റ്സ്, ഷെയർ സെയിൽ, പിന്നെ CJ അഫിലിയേറ്റ്, ക്ലിക്ക് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇനി ഈ വീഡിയോയുടെ എൻഡിലും ഞാൻ കുറച്ച് അഫിലിയേറ്റ് പ്രോഗ്രാംസിൻ്റെ
പ്ലാറ്റ്ഫോംസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് ആ പ്രൊഡക്ട്സ് നിങ്ങൾ അഫിലിയേറ്റ് പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സർവീസസോ നിങ്ങളുടെ നിഷിനും അല്ലെങ്കിൽ ഓഡിയൻസിനും എല്ലാം താല്പര്യപ്പെടുന്ന രീതിയിലുള്ളത് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജെനുവിൻലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഓഡിയൻസിന് ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾ ഓഡിയൻസിനെ, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന, എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള ഹൈ ക്വാളിറ്റി കണ്ടന്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബ്ലോഗ് പോസ്റ്റുകൾ ഉണ്ടാക്കാം, റിവ്യൂസ് ആയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാം, ട്യൂട്ടോറിയൽസ് ആയിട്ട് ഉണ്ടാക്കാം, വീഡിയോസ് ആയിട്ട്, സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയിട്ട്, ഇമെയിൽ ന്യൂസ് ലെറ്റേഴ്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താം. അപ്പോൾ നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേഷൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കണം, ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കണ്ടന്റുകളായിരിക്കണം, റിലവൻ്റ് ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസസിന് റിലവൻ്റ് ആയിരിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകളായിരിക്കണം നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അഫിലിയേറ്റ് ലിങ്ക്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം അഫിലിയേറ്റ് ലിങ്ക്സ് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ അഫിലിയേറ്റ് ലിങ്ക്സ് ഇൻകോപ്പറേറ്റ് ചെയ്യാം. ഈ അഫിലിയേറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ട്രാക്കിംഗ് ലിങ്ക്സ് ആണ്. നിങ്ങൾ ഏത് പ്രോഗ്രാം ജോയിൻ ചെയ്യുന്ന, അഫിലിയേറ്റ് പ്രോഗ്രാം ജോയിൻ ചെയ്യുന്ന ആ അഫിലിയേറ്റ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ട്രാക്കിംഗ് ലിങ്ക് ആണ്. അപ്പോൾ അവർക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ലിങ്കിലൂടെ എത്ര ട്രാഫിക് കയറി, എത്ര സെയിൽസ് ആ ഒരു ലിങ്കിലൂടെ ജനറേറ്റ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ റെഫറൽസ് എത്ര വന്നു എന്നുള്ളത് അവർക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങളുടെ അഫിലിയേറ്റ് റിലേഷൻഷിപ്സ് കാര്യങ്ങൾ നിങ്ങൾ പറയുക, ഡിസ്ക്ലോസ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ, ഫോളോവേഴ്സിൻ്റെ ഇൻട്രസ്റ്റും കോൺഫ്ലിക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ആദ്യം തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവരും ഒന്നും ഇത് ഡിസ്ക്ലോസ് ചെയ്യലില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യലായിട്ട് കുറച്ച് ഒരു എത്തിക്സ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലൊക്കെയാണ് പലപ്പോഴും ഇൻഫ്ലുവൻസേഴ്സ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ചെയ്യണം നിർബന്ധമില്ല, പക്ഷെ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് അഫിലിയേറ്റ് ലിങ്ക്സ് ആണെന്ന് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാഫിക് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കോണ്ടന്റിലേക്ക് നിങ്ങൾക്ക് ട്രാഫിക് കൊണ്ടുവരാനായിട്ട് SEO ചെയ്യാം, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യാം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാം, ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാം, പെയ്ഡ് അഡ്വർടൈസിങ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്രത്തോണ്ട് ട്രാഫിക് നിങ്ങളുടെ കോണ്ടന്റിലേക്ക് കൊണ്ടുവരുന്നോ അത്രത്തോണ്ട് നിങ്ങൾക്ക് ഈ ഒരു അഫിലിയേറ്റ് പ്രൊഡക്ട്സിന് കസ്റ്റമേഴ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് റെഫറൽ ഇൻകം ഏൺ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഏഴാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുക, അത് റെഗുലർലി ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി നിങ്ങൾ ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എഫേർട്സ് എത്രത്തോണ്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാവും. അപ്പോൾ മെട്രിക്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിക്സ് നോക്കാം, കൺവേർഷൻസ് എത്ര വന്നു എന്നുള്ളത് നോക്കാം, സെയിൽസ് എത്ര ജനറേറ്റ് ആയി നോക്കാം, എത്ര കമ്മീഷൻസ് നിങ്ങൾ ഏൺ ചെയ്തു എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നന്നായി വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ്സിന് സ്കോപ്പ് ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാം, ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയാനായിട്ട്. പ്രൊമോഷണൽ ചാനൽസ് നിങ്ങൾക്ക് പലതും വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതായത് മേ ബി യൂട്യൂബ് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ വാട്സപ്പോ ഇങ്ങനെ നിങ്ങളുടെ ഇൻട്രസ്റ്റിനുള്ള മറ്റ് പ്രൊമോഷണൽ ചാനൽസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ മാത്രമല്ല അഫിലിയേറ്റ് പ്രൊഡക്ട്സും നിങ്ങൾക്ക് ടൈം ടു ടൈം എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് റിസൾട്ട്സ് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്തതിന് ശേഷം ഏത് പ്രൊഡക്ട്സ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ്, ഏത് പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവൻച്വലി ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ട് ഉള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് വായിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്, അതായത് ഇപ്പോൾ ഏതെങ്കിലും അഫിലിയേറ്റ് പ്രോഗ്രാംസിൽ അവർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാണ് ഇതിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാംസിൻ്റെ ഡിസ്ക്ലോഷർ ഇന്ന രീതിയിൽ വരണം. അതായത് നിങ്ങളിത് ആൾക്കാരിലേക്ക് പുറത്ത് വിടുന്നത് ഇങ്ങനെ
ലിങ്ക്സ് ഷെയർ ചെയ്യുന്നതെല്ലാം ഇന്ന രീതിയിൽ വേണം. മേ ബി നിങ്ങൾ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം എന്നോ അല്ലെങ്കിൽ കീപ്പ് ചെയ്യരുതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഗുലേഷൻസ് അവർ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ പോവാതിരിക്കുക. പിന്നെ മാത്രമല്ല അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള അഫിലിയേറ്റ് പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബിസിനസ് ബിൽഡ് ചെയ്യാനും സാധിക്കും. ഇത് മുഖാന്തരം നിങ്ങൾക്ക് നല്ല റെഫറൽസ് ത്രൂ കമ്മീഷൻസ് ഏൺ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾ എപ്പോഴും ഒരു ഇൻറ്റിഗ്രിറ്റിയോട് കൂടി അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആളുകൾക്ക്, അതായത് നിങ്ങളുടെ ഓഡിയൻസിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതും നിങ്ങളുടെ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എഫേർട്സിൻ്റെ മുകളിൽ ഒരു നല്ലൊരു ട്രസ്റ്റ് ഓവർ ടൈം ആളുകൾക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് നിങ്ങളിത് എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റിയ ഇന്ത്യയിലുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്. അഫിലിയേറ്റ് പ്രോഗ്രാമാണ് ഇത് ആമസോൺ തന്നെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം വഴി നിങ്ങൾക്ക് ആമസോൺ ഇന്ത്യ പ്ലാറ്റ്ഫോമിലെ മാർക്കറ്റ് പ്ലേസിലെ നിരവധി പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇതുപോലെ അഫിലിയേറ്റ് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ത്രൂ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കമ്മീഷൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിനുശേഷം ജോയിൻ ദി അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലിങ്ക് കാണാം. അതിൽ പോയിട്ട് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തതാണ് ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ് എന്ന് പറയുന്നത് ആമസോണിൻ്റെ പോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഫ്ലിപ്കാർട്ട്. അപ്പോൾ ഇവരും ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം വഴിയും നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്തിട്ട് കമ്മീഷൻസ് ഏൺ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് വരിക. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് സൈൻ അപ്പ് ചെയ്യാം. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പ്ലാറ്റ്ഫോമാണ് ബിഗ് റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബിഗ് റോക്ക് അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡൊമൈൻ രജിസ്ട്രേഷൻ, അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ ഉണ്ടല്ലോ, വെബ്സൈറ്റിൻ്റെ ഡൊമൈന് അതുപോലെ വെബിൻ്റെ ഹോസ്റ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബിഗ് റോക്ക് അഫിലിയേറ്റിംഗ് പ്രോഗ്രാം വഴി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന മേഖല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് ലിങ്ക്സ് ഷെയർ ചെയ്തിട്ട് ഏൺ ചെയ്യാം. ഇനി അടുത്തൊരു പ്ലാറ്റ്ഫോമാണ് ക്യൂ ലിങ്ക്സ് എന്ന് പറയുന്നത്. ക്യൂ ലിങ്ക്സ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ അഫിലിയേറ്റിംഗ് മാർക്കറ്റിംഗ് നെറ്റ്വർക്കാണ്. അപ്പോൾ പല ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ മെർച്ചൻസിൻ്റെ ഒരു നെറ്റ്വർക്കാണ് ഈ ഒരു ക്യൂ ലിങ്ക്സ് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസിന് ആക്സസ് കിട്ടുകയും നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ഏർണിങ്സ് സിംഗിൾ പ്ലാറ്റ്ഫോമിൽ തന്നെ ട്രാക്ക് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇനി അടുത്തൊരു പ്ലാറ്റ്ഫോമാണ് വി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതും ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള അഫിലിയേറ്റ് നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ വൈഡ് റേഞ്ച് ഓഫ് അഫിലിയേറ്റ് പ്രോഗ്രാംസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും വേരിയസ് കാറ്റഗറീസിൽ, ഇ കൊമേഴ്സിൽ, ട്രാവലിൽ, ഫൈനാൻസിൽ, അങ്ങനെ പല മേഖലയിലുമുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തൊരു പ്ലാറ്റ്ഫോമാണ് അഡ്മിറ്റാഡ് ഇന്ത്യ എന്ന് പറയുന്നത്. അഡ്മിറ്റാഡ് എന്ന് പറയുന്നത് ഗ്ലോബൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നെറ്റ്വർക്കാണ്. ഇത് ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈവേഴ്സ് റേഞ്ചിലുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസിന് ആക്സസ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇതിലും നിങ്ങൾക്ക് നന്നായിട്ട് അഫിലിയേറ്റ് ലിങ്ക്സ് ഒക്കെ ട്രാക്ക് ചെയ്യാനും കമ്മീഷൻസ് ഒക്കെ എത്ര ഏൺ ചെയ്തെന്നുള്ളതൊക്കെ അറിയാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇതും ഇന്ത്യയിലും പുറത്തൊക്കെയുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസിൻ്റെ ഒരു മാർക്കറ്റിംഗ് നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസ് കണ്ടെത്താം. വേരിയസ് വെർട്ടിക്കിൾസിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ളതും ഇന്ത്യൻ ആയിട്ടുള്ള അഡ്വർടൈസേഴ്സും ആരൊക്കെയാണോ അഫിലിയേറ്റ് പ്രോഗ്രാംസിന് ക്ഷണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ എത്രയും ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.